PSC പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലെ കുറച്ച് പോയിന്റ്സ് നോക്കാം. ഒന്നാമതായി, സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദിയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന കുണ്ടിപ്പുഴയും കരിമ്പുഴയും ചേർന്നാണ് തൂതപ്പുഴ ഉണ്ടാകുന്നത്. അടുത്ത പോയിന്റ്, കാസർഗോഡ് ജില്ലയെ U ആകൃതിയിൽ ചുറ്റിയുള്ള നദിയാണ് ചന്ദ്രഗിരി പുഴ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിലാണ് ഈ നദി അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന മീനച്ചിലാർ അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന മീനച്ചിലാർ അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. പാല, കോട്ടയം, ഏറ്റുമാനൂർ എന്നിവയെല്ലാം മീനച്ചിലാറിന്റെ തീരത്തെ പട്ടണങ്ങളാണ്. പാല, കോട്ടയം, ഏറ്റുമാനൂർ എന്നിവയെല്ലാം മീനച്ചിലാറിന്റെ തീരത്തെ പട്ടണങ്ങളാണ്. അടുത്തത്, കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദിയാണ് വളപട്ടണം. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദിയാണ് വളപട്ടണം. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി വളപട്ടണം നദിയാണ്, കൂടെ ഓർത്തു വയ്ക്കുക. അടുത്ത, ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരിക്കണ്ടി പുഴയിലാണ്. അപ്പൊ ധർമ്മടം ദ്വീപ് അഞ്ചരിക്കണ്ടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പരവൂർ കായലിൽ പതിക്കുന്ന നദിയാണ് ഇത്തിക്കരയാർ. പരവൂർ കായലിൽ പതിക്കുന്ന നദിയാണ് ഇത്തിക്കരയാർ.